ആർട്ടിക് മേഖലയിലെ സൈനിക ആധിപത്യവും തങ്ങളുടെ അത്യാധുനിക ആണവ സാങ്കേതിക വിദ്യയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗോളതലത്തിൽ പ്രതിരോധ തന്ത്രങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പൊസൈഡൺ ന്യൂക്ലിയർ പവേർഡ് അണ്ടർ വാട്ടർ വെഹിക്കിളുകളും ലോകത്ത് റഷ്യയ്ക്ക് മാത്രം അവകാശപ്പെടാനുള്ള കൂറ്റൻ ആണവ ഐസ് ബ്രേക്കർ കപ്പലുകളുടെ വ്യൂഹവും മുൻനിർത്തിയായിരുന്നു പുടിന്റെ പ്രഖ്യാപനങ്ങൾ. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക വിഭവങ്ങളുടെ കരുത്ത് കാട്ടി റഷ്യൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിച്ച് വൻകരകളെ പോലും തകർക്കാൻ ശേഷിയുള്ള റഷ്യയുടെ പൊസൈഡൺ ഡ്രോൺ സംവിധാനം പാശ്ചാത്യ ശക്തികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത വിധം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി സഞ്ചരിക്കാനും ശത്രുക്കളുടെ തീരപ്രദേശങ്ങളിൽ വിനാശകരമായ ആണവ സുനാമികൾ സൃഷ്ടിക്കാനും ഈ ആയുധത്തിന് സാധിക്കും. തങ്ങളുടെ അതിർത്തികൾക്ക് നേരെ ഉയരുന്ന ഭീഷണികളെ ചെറുക്കാൻ റഷ്യ പൂർണ്ണ സജ്ജമാണെന്ന മുന്നറിയിപ്പാണ് ഈ ആണവായുധ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലൂടെ പുടിൻ നൽകുന്നത്. ഇതോടൊപ്പം ആർട്ടിക് സമുദ്ര മേഖലയിലെ റഷ്യയുടെ കുത്തക ഉറപ്പിക്കുന്നതാണ് അവരുടെ ആണവ ഐസ് ബ്രേക്കർ കപ്പലുകളുടെ നിര. ആർട്ടിക് സമുദ്രത്തിലെ കട്ടിയുള്ള മഞ്ഞുപാളികൾ പിളർന്ന് പുതിയ കപ്പൽ ചാലുകൾ നിർമ്മിക്കാനും തന്ത്രപ്രധാനമായ വടക്കൻ സമുദ്രപാതയുടെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്താനും മോസ്കോയ്ക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങൾക്കും സമുദ്ര വ്യാപാര പാതകൾക്കും പ്രാധാന്യമേറി വരുമ്പോൾ ഇവിടെ റഷ്യയെ മറികടക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ലെന്ന് പുടിൻ അടിവരയിട്ട് പറയുന്നു. റഷ്യയുടെ തന്ത്രപ്രധാന സുരക്ഷാ താൽപര്യങ്ങൾക്ക് ആർട്ടിക് മേഖല നൽകുന്ന പിന്തുണ ചെറുതല്ല. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ റഷ്യയുടെ ഭാവി സാമ്പത്തിക വളർച്ചയ്ക്കും ആർട്ടിക് സമുദ്രപാതകൾ നിർണായകമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് പുതിയ വിപണികളിലേക്കും ചരക്കെത്തിക്കാൻ ഈ വടക്കൻ പാത റഷ്യയെ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ മേഖലയിലെ ആണവ ഐസ് ബ്രേക്കറുകളുടെ സാന്നിധ്യം മോസ്കോയുടെ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അത്യാധുനിക ആയുധങ്ങളുടെ പ്രദർശനത്തോടൊപ്പം ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ഔദ്യോഗിക നിലപാടുകളും പുടിൻ ആവർത്തിച്ചു. ഉക്രൈനിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണം കടുത്ത തീവ്ര ദേശീയതയിലേക്ക് ആ രാജ്യം സഞ്ചരിച്ചതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കീവ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള അടുപ്പവുമാണ് മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പുടിൻ കുറ്റപ്പെടുത്തി. യുദ്ധവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ മാധ്യമങ്ങളും ഭരണകൂടങ്ങളും പ്രചരിപ്പിക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണെന്ന് അദ്ദേഹം തള്ളിക്കളഞ്ഞു. റഷ്യയുടെ സൈനിക നടപടികൾ കേവലം ഒരു രാജ്യത്തിനു നേരെയുള്ള അക്രമമല്ലെന്നും മറിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള അനിവാര്യമായ പ്രതിരോധ നീക്കമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സ്വന്തം അതിർത്തികൾക്ക് തൊട്ടടുത്ത് നാറ്റോയുടെ മറ്റു പാശ്ചാത്യ ശക്തികളുടെയോ സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യൻ ജനതയുടെയും രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും മോസ്കോ തയ്യാറല്ലെന്ന് പുടിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാറ്റോ സൈനിക സഖ്യം റഷ്യൻ അതിർത്തികളിലേക്ക് കൂടുതൽ വികസിക്കാൻ ശ്രമിക്കുന്നതിനെ റഷ്യ കടുത്ത ആശങ്കയോടെയാണ് കാണുന്നത്. തങ്ങളുടെ സുരക്ഷാ ആശങ്കകളെ അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകം നടത്തുന്ന ഓരോ നീക്കത്തിനും തക്കതായി മറുപടി നൽകാൻ മോസ്കോ നിർബന്ധിതരാവുകയാണ്. അതിർത്തികളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണി വർദ്ധിക്കുന്നത് തടയാൻ റഷ്യ തങ്ങളുടെ അത്യാധുനിക ആയുധശേഖരം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ഈ യോഗത്തിലൂടെ പുടിൻ നൽകിയത്. റഷ്യയുടെ നാവികസേന സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര സൈനിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. പുതിയ തലമുറയിൽപ്പെട്ട അന്തർവാഹിനികളും ഡ്രോൺ സംവിധാനങ്ങളും സമുദ്ര ഉപരിതല കപ്പലുകളും റഷ്യൻ നാവികസേനയുടെ കരുത്ത് പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഗോള സമുദ്രങ്ങളിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് ഉണ്ടായിരുന്ന ഏകപക്ഷീയമായ ആധിപത്യത്തിന് തടയിടാൻ റഷ്യയുടെ ഈ സമുദ്ര പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ എത്രത്തോളം ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ചെലുത്തിയാലും റഷ്യയുടെ സൈനിക സാങ്കേതിക മുന്നേറ്റങ്ങളെ തടയാൻ കഴിയില്ലെന്ന് തെളിയിക്കുകയാണ് മോസ്കോയുടെ ലക്ഷ്യം. ആഭ്യന്തരമായി സ്വന്തം സൈനിക വ്യവസായത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് റഷ്യൻ ആയുധ വിപണിക്കും സാമ്പത്തിക രംഗത്തിനും പുതിയ ഊർജം നൽകുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉക്രൈന് നൽകുന്ന സൈനിക സഹായങ്ങൾ യുദ്ധം നീണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ എന്ന് പുടിൻ ഓർമ്മിപ്പിച്ചു. യുദ്ധകളത്തിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഇടപെടലുകൾ ആഗോള സമാധാനത്തിന് ഭീഷണിയാണ്.
റഷ്യൻ സൈന്യത്തിന്റെ സാങ്കേതിക മേൽക്കോയ്മയ്ക്ക് മുൻപിൽ പ്രതിരോധത്തിലാകുന്ന പാശ്ചാത്യ ശക്തികൾ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം റഷ്യയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് മോസ്കോ ആരോപിക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെ ഈ ശക്തി പ്രകടനം റഷ്യ ചൈന ബന്ധത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. ആർട്ടിക് സമുദ്രത്തിലെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലും സമുദ്ര വ്യാപാര പാതകൾ ഉപയോഗിക്കുന്നതിലും ചൈനയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറായിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് ബദലായി കിഴക്കൻ ഏഷ്യൻ ശക്തികളുമായി ചേർന്ന് പുതിയൊരു സാമ്പത്തിക അച്ചുതണ്ട് രൂപീകരിക്കാൻ റഷ്യക്ക് ഇതിലൂടെ സാധിക്കുന്നു. അതേസമയം റഷ്യയുടെ പോയിസ്റ്റൺ പോലുള്ള അപകടകാരികളായ ആണവായുധങ്ങളുടെ വെളിപ്പെടുത്തൽ പാശ്ചാത്യ നയതന്ത്ര കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. സമുദ്രത്തിനടിയിലൂടെയുള്ള ഇത്തരം ആണവ ആക്രമണങ്ങളെ ചെറുക്കാൻ നിലവിലുള്ള അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നത് പാശ്ചാത്യ പ്രതിരോധ മന്ത്രാലയങ്ങൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഇത് പുതിയൊരു ആഗോള ആയുധ മത്സരത്തിന് വഴി തുറന്നേക്കാം. ലോകരാഷ്ട്രങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും യുദ്ധഭീതിയിലൂടെയും കടന്നു പോകുമ്പോൾ തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് പുടിൻ നടത്തുന്ന പ്രസ്താവനകൾ നയതന്ത്ര മേശകളിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഉക്രൈൻ വിഷയത്തിലായാലും ആർട്ടിക് അതിർത്തി തർക്കങ്ങളിലായാലും റഷ്യൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് മാത്രമേ മോസ്കോ വഴങ്ങൂ എന്ന സന്ദേശവും വ്യക്തമാണ്. റഷ്യ പുറത്തെടുക്കുന്ന ഒരു പുതിയ ആണവ നാവിക തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ ഉണ്ടാക്കും. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾ പിളർന്നു നീങ്ങുന്ന റഷ്യൻ ആണവ കപ്പലുകൾ കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, മറിച്ച് വരുംകാല ലോകക്രമത്തിൽ തങ്ങളുടെ അവിഭാജ്യമായ സ്ഥാനം ഉറപ്പിക്കുന്ന റഷ്യൻ ആധിപത്യത്തിന്റെ പ്രതീകം കൂടിയാണ്. പാശ്ചാത്യ ലോകത്തിന്റെ വെല്ലുവിളികൾക്ക് മുൻപിൽ പതറാതെ